ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. കീബോർഡ്, വയലിൻ, ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 10 520 887. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 860 630 74 51. അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വരികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. വളരെ ഹൃദയസ്പർശിയായ ഒരു പാട്ടാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ കഥ പറയാനായിട്ടുണ്ട്. അതായത്, ഇപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു കുട്ടിയാണ് ഉണ്ണി. അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. കുട്ടിക്കാലത്ത് തന്നെ അവൻ്റെ അമ്മയെ അവൻ്റെ ആ കൊച്ചു പ്രായത്തിൽ തന്നെ അവൻ്റെ അമ്മയെ അവന് കാണാതായി. അപ്പോൾ ഈ കുട്ടി വളർന്നു വന്നപ്പോഴേ പലരും പറഞ്ഞത് അമ്മ അങ്ങനെ വേറെ എവിടെയോ മറ്റാരോടോ ഒരു അഫെയർ ഉണ്ടായി പോയിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ എങ്കിലും അവൻ വിശ്വസിക്കുന്നു അവൻ്റെ അമ്മ തിരിച്ചു വരും. ഇതിനിടയിൽ വളരെ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ, അച്ഛനമ്മയെ എന്തോ ചെയ്തു, ഇല്ലാതാക്കി എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളും ഒക്കെ പത്രങ്ങളിലൂടെയും ഒക്കെ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇപ്പോഴും ആ കുട്ടി അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അമ്മ വരും, നിശ്ചയമായിട്ടും വരും, അമ്മ മരിച്ചിട്ടില്ല, അമ്മ വരും എന്നാണ് അവന് ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ്റെ അമ്മയുടെ വീട്ടിൽ അവൻ ചെല്ലുകയും അവൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത ബന്ധുവിനോട് എൻ്റെ അമ്മയുടെ എന്തെങ്കിലും ഫോട്ടോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യാനിടയായി. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഭിത്തിയിൽ തൂക്കിയിരുന്ന ഒരു ഫോട്ടോ അവന് കാണിച്ചു കൊടുത്തു. കുറേ നേരം ഉണ്ണി ആ ചിത്രത്തെ നോക്കി നിന്നിട്ട് എന്തോ ആലോചിച്ച് അവൻ കണ്ണുകൾ തുടച്ച് തിരികെ ഇറങ്ങിപ്പോയി എന്ന് വാർത്ത ടി വിയിലൂടെ അവൻ്റെ ബന്ധു തന്നെ പറയുന്നത് കേൾക്കുവാനിടയായി. നമുക്ക് വിശ്വസിക്കാം ഉണ്ണിയുടെ അമ്മ തിരിച്ചു വരും എന്ന്. അവന് നഷ്ടമായിട്ടില്ല എന്ന് വിശ്വസിക്കാം. അവർ വരട്ടെ. അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ കൊന്നു, ഇല്ലാതാക്കി എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പത്രങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ വരുന്നുണ്ട്. ഞാനും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. ആ കുട്ടിക്ക് അവൻ്റെ അമ്മയെ തിരിച്ചു കിട്ടട്ടെ. അല്ല, അവൻ്റെ അമ്മ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ മകനെ കാണാനായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. ഈ വിവാദങ്ങൾക്കൊരു വിരാമം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് ആശിക്കുകയാണ്. ശരി, നമുക്ക് ഈ പാട്ട് ഒന്ന് നോക്കാം. പഞ്ചമത്തിൽ നിന്ന്, മന്ത്രസ്ഥായി പഞ്ചമത്തിൽ നിന്ന് പാട്ട് തുടങ്ങുന്നത്. എന്നമ്മേ ഹരി ഹരി
സസ. ഇവിടെ ഒരു ചെറിയ ഗമകമുണ്ട്. റിമരി എന്നാണ്, പക്ഷെ പായുടെ ടച്ചോട് വേണം. റിമരി. ഒന്നു കാണാൻ എന്നമ്മേ, ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. നീ 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 നി സരി സരി ഗരി ചെറിയ ഗായാണ്, ചെറിയ നീയുമാണ്. നീ നീ നി സരി സരി ഗരി മാ പ രി സ സ. അപ്പോൾ അത്രയും നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നമ്മേ, ഒന്നു കാണാൻ എത്ര നാള എത്ര ഞാൻ. അപ്പൊ ആ അടുത്ത ലൈൻ്റെയും നൊട്ടേഷൻ ഇത് തന്നെയാണ് വരുന്നത്. അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഈ മടിയിൽ വീണുറങ്ങാൻ. അതെ, എത്ര രാവിച്ചു. അപ്പൊ രണ്ടിൻ്റെയും നൊട്ടേഷൻ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ആ രണ്ട് ലൈൻ്റെ നൊട്ടേഷന് ഒന്ന് തന്നെയാണ് അത്. കണ്ടില്ലല്ലോ സപമപപ, കേട്ടില്ലല്ലോ പാനി പമമ. ശരിയാണ്. എൻ പമക 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 എന്ന് പറയുമ്പോൾ ചെറിയ കരളു രുമുറു താരാട്ട്. കണ്ട് കണ്ട് കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നെന്ന് പറയുന്നത് പമക പമക എൻ ചേർത്ത് വായിക്കണം. ഗമ പസനി പമ ഗരി രി സ. ഗമപ ഗമപ സനി പമ ഗരി രി സ. ഒന്നു കാണാൻ എത്ര ഇത്രയാണ് ഈ പാട്ടിൻ്റെ പല്ലവി എന്ന് പറയുന്നത്. അപ്പം ഈ ഉണ്ണിയുടെ ഒരു
അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വേദന ഈ പാട്ടുമായിട്ട് വളരെ ഇണചേർന്ന് കിടക്കുന്നു, ഇണപിരിഞ്ഞ് കിടക്കുന്നു, ഇഴചേർന്ന് കിടക്കുകയാണ് ഈ വരികളുമായിട്ട്. എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ആ മടിയിൽ വീണുറങ്ങാൻ എത്ര നാളായി ഞാൻ നനച്ചു, കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകും ഒരു താരാട്ട് എന്നുള്ള ആ പാട്ട് എത്ര ഹൃദയസ്പർശിയാണ്. ഇത് കാണുന്നവർ നിങ്ങളും പ്രാർത്ഥിക്കുക, അമ്മയുടെ അമ്മ തിരിച്ചു വരട്ടെ, അവനവൻ്റെ അമ്മയെ തിരിച്ചു കിട്ടട്ടെ, ഈ വിവാദങ്ങൾക്കൊക്കെ ഒരു വിരാമം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം എരുമത്തൂർ സുരേഷ് ചെറിയ.